ഈ വീഡിയോയിൽ നമ്മൾ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതിൽ വേറെ ഒന്നുമില്ല. മോദി അമേരിക്കയിൽ ചെന്നു. അപ്പോൾ കുറേ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കരാറുകൾ, അതുമായിട്ട് F-35 വാങ്ങിക്കണോ, കുറേ കമൻറ്റുകൾ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട്, കുറേ കമൻറ്റുകൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. F-35 എന്ന് പറയുന്നത് ഒരു പ്രൂവൻ മോഡൽ ഫൈറ്റർ ജെറ്റാണ്. അതിൽ ഡൗട്ടൊന്നുമില്ല. ഇസ്രായേൽ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലെബനാന്റെ ഉള്ളിലൊക്കെ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ സ്പെയർ പാർട്സിന്റെ കാര്യം, തീർച്ചയായിട്ടും സ്പെയർ പാർട്സിന് ഡിമാൻഡ് ഉണ്ടാവും. അമേരിക്ക നെഗോസിയേഷൻ ചെയ്യും. ഇപ്പൊ നിലവിലുണ്ടാകുന്ന ട്രംപ് ആവണം എന്നില്ല, ഇനി ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോഴത്തേക്കും അപ്പോൾ വേറെ സർക്കാരായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ ഇന്ത്യയിലും ആ സമയത്ത് പൊളിറ്റിക്കൽ റെജീം ചേഞ്ചിന്റെ ഒക്കെ സാധ്യതകൾ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാഴ്ചപ്പാടോട് കൂടിയാണ് ചില കമന്റുകളൊക്കെ ഞാൻ വിലയിരുത്തുന്നത്. അതൊക്കെ ഓക്കെയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലുപരിയായിട്ട് നിലവിലെ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി, ഇന്ത്യയുടെ ഒരു പൊസിഷൻ, അതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോയിൽ കഴിഞ്ഞ തവണ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോദി ഇസ് എ ടഫ് നെഗോഷിയേറ്റർ. ട്രംപിനെക്കാളും മികച്ച നെഗോഷിയേറ്റർ ആണെന്ന് ട്രംപ് തന്നെ പറഞ്ഞത്. കാരണം വേറെ ഒന്നുമില്ല, ഇന്ത്യക്കുള്ളിലുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ, അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കുള്ളിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ താരിഫ് ഒരു രീതിയിലും കുറയ്ക്കാമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് സൂചനയോ ആ ഒരു ഫ്ലെക്സിബിലിറ്റി മോദി കാണിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് എടുത്തു പറഞ്ഞത്, ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രീസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ നിന്നും താരിഫ് ഈടാക്കുന്നുള്ള ഒരു വാക്യം കൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എടുത്തു പറഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ഈ ട്രംപ് ഇത്രമാത്രം ഈ ഒരു താരിഫിനെ കുറിച്ച് കൺസേൺ ആവുമ്പോഴത്തേക്കും ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയെ ഒഴിച്ചാൽ വേറൊരു രാജ്യം ഇല്ല അമേരിക്കയ്ക്ക് ആ ഒരു പ്ലേസിൽ വെക്കാൻ. കാരണം ഇത്രമാത്രം പോപ്പുലേഷനുള്ള, ഡെമോഗ്രഫിയുള്ള, ഈ ചൈനയ്ക്ക് ഇക്വലന്റ് ആയിട്ട് എതിർത്ത് നിൽക്കാൻ ഭാഗത്തിനുള്ള ഒരു കൺട്രി വേറെ ഇല്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അമേരിക്കയുടെ ഒരു പ്രശ്നം. നമുക്ക് ഇപ്പം ചൈനയ്ക്കെതിരെ വിയറ്റ്നാമിനെയോ അല്ലെങ്കിൽ ഈ ഈസ്റ്റ് ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന ചെറിയ രാജ്യങ്ങളെ ഒന്നും അമേരിക്കയ്ക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല ചൈനയ്ക്ക് ഈക്വലന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് തന്നെയാണ് മോദി ചെയ്യുന്നത്. അത് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനെ ഒരു ഡിഫൻസ് അല്ലെങ്കിൽ ഒരു ആർമി അല്ലെങ്കിൽ ഒരു എയർഫോഴ്സ് ആ ഒരു രീതിയിൽ വേണം ഇതിനെ നമ്മൾ നോക്കിക്കാണാൻ. അങ്ങനെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രീതി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ തീർച്ചയായിട്ടും F-35 മേടിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അൾട്ടിമേറ്റ്ലി എടുക്കാനുള്ളത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് എത്രത്തോളം പുഷ് ചെയ്താലും ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇതിന്റെ ഡിസിഷൻ എടുക്കേണ്ട, അൾട്ടിമേറ്റ് ആയിട്ട് എടുക്കേണ്ട ആൾക്കാർ. അപ്പൊ എന്തായാലും ഇപ്പം വെച്ചിരിക്കുന്ന പറഞ്ഞാൽ പ്രൊപ്പോസൽസ് ആണ്. ഇപ്പൊ ഈ ഒരു മീറ്റിംഗിൽ, ട്രംപ് മോദി മീറ്റിംഗിൽ ട്രംപ് വെച്ചിരിക്കുന്നതെല്ലാം പ്രൊപ്പോസൽസ് ആണ്. അതായത് അവരുടെ ഹൈ എൻഡഡ് ആയിട്ടുള്ള വെപ്പൺസ് കംപ്ലീറ്റ് ഇന്ത്യക്ക് തരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, അത്രമാത്രം ഡിഫൻസ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആണ് ഇന്ത്യയുമായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുവരെയുള്ള നമ്മളുടെ ഡിഫൻസ് മേഖല നിങ്ങൾ നോക്കൂ. നമ്മൾ സിംഗിൾ പാർട്ട്ണറാണ് നമുക്ക് ഉണ്ടായിരുന്നത്, റഷ്യയാണ്. നമ്മൾ 90% സാധനങ്ങളും റഷ്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഇതുവരെ മുന്നോട്ട് പോയത്. ഇപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഡിജിനിയസ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് MSME ആ ഒരു സെക്ടറിലുള്ള കമ്പനികളെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതും ഒരുപാട് സ്പെയർ പാർട്സുകളൊക്കെ നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നതും അതിലും ഒരുപാട് കാര്യങ്ങൾ പല രാജ്യങ്ങളിലുള്ള സോഴ്സുകൾ കൊണ്ട് രൂപപ്പെടുത്തിയാണ് ഇവിടെ ഇന്ത്യക്കുള്ളിൽ നമ്മൾ SME കമ്പനികളൊക്കെ റൺ ചെയ്യുന്നതും. പല നട്ട് ബോൾട്ട് ഉൾപ്പെടെയുള്ള ചെറിയ കാര്യങ്ങൾ വരെ ഉൽപ്പാദിപ്പിക്കുന്ന, ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള MSME കമ്പനികളെ രൂപപ്പെടുത്തിയെടുത്തത്. അതാദ്യം മനസ്സിലാക്കിക്കോണം. ഇപ്പൊ നമ്മൾ ഈ തൽക്കാലം ഈ ഒരു ഇടയായിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ മാറി ചിന്തിച്ചത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ സിംഗിൾ ഡിഫൻസ് പാർട്ട്ണർ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഉപരിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കുറച്ച് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു ചേഞ്ച്, പോളിസി ചേഞ്ച് കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പൊ ഈ റഷ്യ ഉക്രൈൻ വാർ നടന്നുകൊണ്ടിരുന്നു. നമുക്ക് ഒരു S-400 യൂണിറ്റ് തരാനുണ്ട്. അതിന്റെ ഡിലേ എത്രയാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ഒരു യൂണിറ്റ്, അത് ഒരു സെറ്റ് ഓഫ് S-400 യൂണിറ്റ് നമുക്ക് കിട്ടി. നമ്മളുടെ സെക്കൻഡ് ബാച്ച് അത് കിട്ടാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് റഷ്യ, അവിടെ മാനുഫാക്ചറിങ്ങിന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാങ്കേതിക കാരണങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് അവർ ഫെയിലിയർ ടു സപ്ലൈ. അവർക്ക് എന്ത് തരം യുദ്ധവും വന്നോട്ടെ, റഷ്യയെ പോലത്തെ ഒരു രാജ്യത്തിന് ഏത് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും വന്നോട്ട്, പക്ഷേ നമുക്ക് തരാന്ന് പറഞ്ഞിരുന്ന ആ ഒരു S-400 ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതൊരു ഫെയിലിയർ ആണ് അവിടെ. ആ ഒരു ഫെയിലിയർ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കാണാൻ. പക്ഷെ ഇത് നമുക്ക് ഓക്കെയാണ്. പക്ഷേ ഒരു ആർമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഇന്ത്യൻ ഡിഫൻസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജ്യത്തിന്റെ നാഷണൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് അങ്ങനെ തന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിഫൻസ് പാർട്ട്ണർ വേണം എന്നുള്ള താല്പര്യത്തിൽ നമ്മുടെ പോളിസി ചേഞ്ച് ചെയ്തുകൊണ്ട്
നമ്മൾ കൂട്ടിച്ചേർത്ത പാർട്ട്നേഴ്സ് ആണ് ഈ 3 പേരും. അതായത് റഷ്യ പ്ലസ് ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ അമേരിക്ക. ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ നോക്കിക്കാണാൻ. ഇതിനകത്ത് അമേരിക്കയുടെ സൈഡിൽ എന്താണ്, ഇന്ത്യയുടെ സൈഡിൽ എന്താണ്, ഇതിന്റെ നടുക്ക് കിടക്കുന്ന പ്രശ്നം എന്താണ്, ഇതും കൂടെ നമുക്ക് ആദ്യം നോക്കാം. അമേരിക്കയുടെ സൈഡിൽ അമേരിക്കയുടെ പ്ലാൻ എന്താണ്? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും കൂടുതൽ വരുമാനം അമേരിക്കയ്ക്കുള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളി ആ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് കുറച്ച് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ പദ്ധതി എന്താണ്? നമുക്ക് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ, മേക്ക് ഇൻ ഇന്ത്യ പോലത്തെ പദ്ധതികളൊക്കെ നമുക്കുണ്ട് ഇതിന്റെ കീഴിൽ. അപ്പൊ എന്താണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വരുന്നത്? അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വരുമാനം ഇന്ത്യക്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു താല്പര്യം ഇന്ത്യയുടെ താല്പര്യം. അപ്പൊ ഇതിനകത്ത് വരുമാനം മാത്രമല്ല, നാഷണൽ സെക്യൂരിറ്റി ആണ്, രാജ്യസുരക്ഷ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ പല കാര്യങ്ങൾ ക്രിട്ടിക്കലായിട്ട് വരുന്നുണ്ട്. 2 രാജ്യങ്ങളുടെ താല്പര്യം ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇതില് കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ ഡെഫിസിറ്റ്, ട്രേഡ് ഡെഫിസിറ്റ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം സാധനം അമേരിക്കയ്ക്ക് കയറ്റി അയക്കുന്നോ അതിനേക്കാളും വളരെ കുറച്ചായിട്ടാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ആണ് ട്രംപിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് എപ്പോഴും ഈ താരിഫിൽ കയറി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് ഓഫർ ചെയ്തിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ, ട്രംപ് ഓഫർ ചെയ്തിരിക്കുന്ന ഡിഫൻസ് മേഖലയിൽ ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം. അതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നത് തന്നെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫൈറ്റർ ജെറ്റ് F-35 അത് ഓഫർ ചെയ്തിട്ടുണ്ട്. 2 സ്ക്വാഡ്രൺ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. അപ്പൊ ക്വാണ്ടിറ്റി ഒക്കെ വളരെ വ്യക്തമാണ്. അല്ലാതെ വെറുതെ കണ്ണും അടച്ച് നിങ്ങൾ കുറച്ച് മേടിച്ചോ അങ്ങനെ പറഞ്ഞതല്ല. 2 സ്ക്വാഡ്രൺ ആണ് ക്ലിയർ ആയിട്ട് മേടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ജാവലിൻ ആന്റി ടാങ്ക് മിസൈൽ ഇതും ഓഫർ ചെയ്തിട്ടുണ്ട്. ജാവലിൻ ആന്റി ടാങ്ക് മിസൈൽ ഇതും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റം തന്നെയാണ്. ഇത് മിഡിൽ ഈസ്റ്റിൽ അതേപോലെ റഷ്യ ഉക്രൈൻ വാറിലൊക്കെ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതും പ്രൂവ്ഡ് മോഡലാണ്. അതുപോലെ തന്നെ സ്ട്രൈക്കർ ആർമഡ് വെഹിക്കിൾസ് ഇതും ഓഫർ ചെയ്യുന്നുണ്ട്. ഇതും അമേരിക്കയുടെ ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല സാധനം തന്നെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ഇതും ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് സീ ഗാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക, അതായത് അൺമാൻഡ് വെഹിക്കിൾ തന്നെയുള്ള ഒരു സീ ഗാർഡ് ഓപ്പറേഷൻസ്, അതായത് നമുക്ക് ആളില്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ ഇന്ത്യൻ ഓഷൻ ആയിക്കോട്ടെ പല മേഖലകളിലും മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, സ്പെഷ്യലി ഓഷനിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വേവ് ഗ്ലൈഡേഴ്സ്, സീ ഗാർഡിയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ആണ്. പിന്നെ ലോ ഫ്രീക്വൻസി സോണാർ, അതായത് ഈ ഒരു സോണാർ എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് സൗണ്ട് വേവ് വെച്ചിട്ട് പിന്നെ ഒരു ഡിറ്റക്ട് ചെയ്യപ്പെടുന്ന വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ഈ സോണാർ എന്ന് പറയുന്നത്. ഇത് സബ്മറൈൻസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗപ്പെടുന്ന സാധനമാണ്. ഇതും കൂടെ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ മോദി എന്താണ് പറഞ്ഞത്? അതായത് ഇമ്പോർട്ട്, അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് താരിഫ് കുറയ്ക്കാം എന്നുള്ള പ്രോമിസ് ഒന്നും കൊടുത്തിട്ടില്ല. നെഗോസിയേഷനിൽ നോക്കാം എന്നുള്ള രീതിയിലുള്ള അതിലുപരിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഇതൊക്കെ മേടിക്കാം, ഒരു കുഴപ്പമില്ല. മോദി പറഞ്ഞ ഒറ്റൊരു കണ്ടീഷനാണ്. എന്താണ്? ഈ സാധനങ്ങളൊക്കെ ഇന്ത്യക്ക് ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കണം. വളരെ കറക്റ്റ് ആയിട്ടുള്ള വിഷനാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കേണ്ടത്. കാര്യം വേറെ ഒന്നുമില്ല, പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇതെല്ലാം ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇന്ത്യക്കുള്ളിൽ ഇത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അതുപോലെ തന്നെ ഒരു പ്രത്യേക കാലഘട്ടം, അതായത് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈമറി ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് 2 സ്ക്വാഡ്രൺ F-35 പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 സ്ക്വാഡ്രൺ F-35 നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ പാടെ ടെക്നോളജി ട്രാൻസ്ഫർ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ പർട്ടിക്കുലർ ടെക്നോളജി ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിനകത്ത് F-35 കുറിച്ച് മാത്രമേ നമുക്ക് കൺഫർമേഷൻ കിട്ടാതെയുള്ളൂ. ബാക്കിയുള്ള സംഗതികൾക്ക് എല്ലാം തന്നെയും ടെക്നോളജി ട്രാൻസ്ഫർ, അമേരിക്ക ടെക്നോളജി ട്രാൻസ്ഫർ എഗ്രി ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യ ഒരു വലിയ ചേഞ്ച് ഓവർ എടുക്കുകയാണ്. ഡിഫൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയുമായിട്ട് ഒരു ഡിപ്പെൻഡൻസി വെക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇന്ത്യക്കുള്ളിൽ ഡിഫൻസ് മേഖലയിൽ ഒരു ഓപ്പൺ മാർക്കറ്റ് തുറന്നു കൊടുക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്ര എളുപ്പത്തിൽ അവിടെ അമേരിക്കയിൽ നിന്നാണെങ്കിൽ ഡോളറാണ്, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പിയാണ്. ട്രേഡ് ഡെഫിസിറ്റ് അത്ര എളുപ്പത്തിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ, റെസിപ്രോക്കൽ പ്ലാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇപ്പൊ അമേരിക്കയിൽ നിന്ന് F-35 പോലത്തെ ഇത്രയും ഈ ഒരു സ്ട്രൈക്കർ ആർമഡ് വെഹിക്കിൾ പോലത്തെയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യക്കുള്ളിൽ ഇറക്കുമ്പോൾ ഇതിനൊത്ത് എന്ത് സാധനമാണ് നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കാൻ പോകുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ ഒരു റെസിപ്രോക്കൽ വർക്കാകാൻ പോകുന്നത് എന്നുള്ളതാണ് വലിയ ചോദ്യചിഹ്നം. അതിനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ആ മാർഗം വേറെ ഒന്നുമല്ല, ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ അമേരിക്കയ്ക്ക് വേണ്ട സർവീസുകൾ ഇന്ത്യ ചെയ്തു കൊടുക്കും. ഇപ്പൊ തന്നെ നമുക്കറിയാം പിനാക്ക മിസൈൽ പോലത്തെ മിസൈലുകൾ, അതേപോലെ റോക്കറ്റുകൾ, അതുപോലെ തന്നെ ബോംബിംഗ് ഐറ്റംസ്, ഇതൊക്കെ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്ത് നമുക്ക് അമേരിക്കയ്ക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് ഒരു സൈഡിൽ. പിന്നെ പിനാക്ക മിസൈൽ തന്നെ അവർക്ക് വേണമെന്നില്ല, അവർക്ക് വേണ്ട രീതിയിൽ മോഡുലേറ്റ് ചെയ്ത് അമേരിക്കയ്ക്ക് എന്താണോ പ്രോഡക്റ്റ് വേണ്ടത് ആ രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്ത് നമുക്ക് അമേരിക്കയ്ക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഷിപ്പിന്റെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് പരിപാടികളൊക്കെ ഉണ്ടെന്നുള്ളത്. ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്
നമുക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡൊക്കെ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആണ്. അപ്പൊ ആ രീതിയിലുള്ള ഷിപ്പ് യാർഡുകൾ കുറെ നമുക്കുണ്ട് ഇന്ത്യക്കുള്ളിൽ. അപ്പൊ അതിനെ ഒരു മുതൽക്കൂട്ടായിട്ട് മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ വാർഷിപ്പുകൾ ഇന്ത്യൻ ഓഷനിൽ എത്താനും, അപ്പൊ അത് ഇന്ത്യൻ ഓഷനിൽ ഒരു സെക്യൂരിറ്റി വിജിലൻസ് ഏർപ്പെടുത്താനുള്ള സാധ്യത, നമ്മൾ ക്വാഡിലും കൂടെ മെമ്പറാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഫ്രീക്വന്റ് ആയിട്ട് അമേരിക്കൻ ഷിപ്പ് ഇന്ത്യൻ ഓഷനിൽ വന്നു പോകാനും, അതേ സമയത്ത് ഇന്ത്യക്കുള്ളിലുള്ള ഷിപ്പ് യാർഡുകളിൽ അമേരിക്കൻ വാർഷിപ്പിന്റെ മെയിന്റനൻസ്, അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് നികത്താനുള്ള പല രീതിയിലുള്ള കോഡിയൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അണിയറയിൽ. ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ചില പുരോഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSME സെക്ടറിലാണ്. MSME സെക്ടറിൽ ഒരുപാട് ഈ ഒരു ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെയർ പാർട്സുകൾ, സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, MSMEs എന്നൊക്കെ പറയുന്ന ചെറുകിട ഉൽപാദന ആ ഒരു സംവിധാനങ്ങൾക്കൊക്കെ ഒരു പുരോഗതി വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇത് പറയാമോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഞാനിത് പറയാം. ഇത് അത്ര വലിയ ഡേഞ്ചർ ആയിട്ട് പോകുന്ന ഒരു കാര്യമല്ല. ഈ MSMEയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമാകും. കാര്യം വേറെ ഒന്നുമില്ല, നമുക്ക് നാറ്റോ രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 38 രാജ്യങ്ങൾ വരും. ഈ നാറ്റോ രാജ്യങ്ങൾക്കും നമ്മളുടെ രാജ്യത്തിന് എന്താണ് ബന്ധം? നമ്മൾ നാറ്റോ മെമ്പർ അല്ല. നാറ്റോ രാജ്യങ്ങളുടെ ആയുധ ഉൽപാദനത്തില് സ്പെയർ പാർട്സുകൾ സപ്ലൈ ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ടയർ 2 സപ്ലയർ ആണ് ഇന്ത്യ. ഇത് എത്ര പേർക്ക് അറിയാം? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ടയർ 2 സപ്ലയർ ആയിട്ടിരിക്കുന്നത്? കാരണം അവർക്ക് ചൈന എടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും കാരണമുണ്ട്. ട്രസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പം രാജ്യങ്ങൾ വളരെ തെരഞ്ഞെടുത്ത് സൂക്ഷ്മതയോടെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഇന്ത്യ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണർ ആണ് പല മേഖലകളിലും. ഞാൻ പറയുന്നത് നാറ്റോയിലാണ്. നാറ്റോയിലെ 38 രാജ്യങ്ങൾക്കും സപ്ലൈ ചെയ്യുന്നതിൽ ഇന്ത്യ ടയർ 2 സപ്ലയർ ആണ്. നാറ്റോയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് വരുമാനം വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പല രീതിയിലും വരുമാനം വരുന്നുണ്ട്. ഇത് ഞാൻ ഒരു സോഴ്സ് മാത്രമാണ് പറഞ്ഞത്, പല സോഴ്സുകൾ ഇതേപോലെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ നാറ്റോ രാജ്യങ്ങൾക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നാറ്റോയിൽ 38 രാജ്യങ്ങളുണ്ട്. അപ്പൊ നാറ്റോയിലെ 38 രാജ്യങ്ങളും അവരൊരു പ്രത്യേക, ഇപ്പൊ നാറ്റോ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട അവർ ആയുധം ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ അത് അവർ 38 രാജ്യങ്ങൾക്കും ഒരുപോലെ സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള വെപ്പൺസ് ആയിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു റിമോട്ട് കൺട്രോൾ പോലും ഈ നാറ്റോയിലുള്ള രാജ്യങ്ങളുടെ ആ ഒരു ആയുധങ്ങളുടെ റിമോട്ട് കൺട്രോൾ നാറ്റോയിൽപ്പെട്ട ഏത് രാജ്യത്തിന്റെ ആ ഒരു വെപ്പണിലും ഈ ഒരു റിമോട്ട് കൺട്രോൾ സെയിം ആയിരിക്കും. അങ്ങനെയാണ് അവർ ആ മാനുഫാക്ചറിങ് നടത്തുന്നത്. നിങ്ങൾക്കും അതേപോലെ നിങ്ങളുടെ MSME കമ്പനീസ്, ഇതേപോലെ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ ഡിഫൻസ് മേഖലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങളുടെ മാനുഫാക്ചറിങ് കമ്പനിയും കൂടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആ രീതിയിൽ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പലർക്കും ഈ MSME സെക്ടറിൽ ഈ ഒരു ഡിഫൻസ് മേഖലയിൽ ഇങ്ങനെ സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ കാറ്റലോഗ്, നിങ്ങളുടെ പ്രോഡക്ട്സ്, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങൾ ഏത് രാജ്യത്തിലുള്ളതാണ്, നിങ്ങളുടെ കമ്പനി നെയിം, ഈ പ്രൊഫൈൽ എല്ലാം തന്നെ നാറ്റോ വെബ്സൈറ്റിൽ വരെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവലും കൂടെ വേണം. ഈ ഒരു നാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ അടുത്തൊരു സ്ട്രാറ്റജിക് പോയിന്റ് ഞാൻ പറയാം. അടുത്ത സ്ട്രാറ്റജിക് പോയിന്റ് തന്നെ പാകിസ്ഥാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. പല വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു, പാകിസ്ഥാനും ചൈനയ്ക്കും ഇതിനകത്ത് കുരുപൊട്ടുണ്ടെന്നുള്ളതാണ്. ചൈനയ്ക്ക് ഇതിനകത്ത് കുരുപൊട്ടലില്ല, അതാദ്യം മനസ്സിലാക്കുക. ചൈന ഇതിനകത്ത് ഹാപ്പിയാണ്. കാര്യം വേറെ ഒന്നുമില്ല, ചൈന അങ്ങനെ ഒന്നും ഇന്ത്യയെ കയറി അങ്ങനെ പെട്ടെന്ന് ആക്രമിക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ ഏതാണ്ട് ഈക്വൽ ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് ഓഫിൽ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഫൈറ്റ് ഒന്നും ഒരിക്കലും ചൈനയ്ക്ക് ഇന്ത്യക്ക് ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കേണ്ട. അവർക്കറിയാം ഇന്ത്യ പഴയ ഇന്ത്യ അല്ല, 1962 അല്ല എന്നുള്ളത് ചൈനയ്ക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചൈന മിണ്ടാതെ അവിടെ ഇരിക്കുന്നത്. ചൈന ഇടയ്ക്കിടയ്ക്ക് ചില ഡയലോഗുകളൊക്കെ പറയുന്നല്ലാണ്ട് അതിലുപരിയായിട്ട് ഒന്നുമില്ല. ചൈന എന്തുകൊണ്ടാണ് ഹാപ്പി എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ചൈന എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ടുണ്ട്. F-35 മേടിക്കുന്നതിനെതിരെ ചൈന ഇന്ത്യ പീസിന്റെ മാർഗമാണ് നോക്കേണ്ടത്, അല്ലാതെ ഡിപ്ലോമാറ്റിക് ഗെയിം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ടുണ്ട്. അല്ലാതെ അവർ എതിർത്ത് അങ്ങനെ വളരെ ശക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൽ ശക്തമായിട്ട് എതിർത്ത് പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാനാണ്. വേറെ ഒന്നുമില്ല, നിങ്ങളിങ്ങനെ ഇന്ത്യക്ക് F-35 സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു ബാലൻസ്, ഇന്ത്യയുമായിട്ടുള്ള ഒരു ബാലൻസ് അവിടെ കുറച്ച് പ്രശ്നമാണ് എന്നുള്ള നിലയിലാണ് പാകിസ്ഥാൻ ഒരു കൺസേൺ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്നും അമേരിക്കയ്ക്കോ ഇന്ത്യക്കോ ഈ പാകിസ്ഥാന്റെ ഈ ഒരു സങ്കടം ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒരു രീതിയിലും മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഈ ഒരു തഹാവുർ റാണ എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി ഒറിജിൻ ആയിട്ടുള്ള ഈ ഒരു കനേഡിയൻ സിറ്റിസൺ ആയിട്ടുള്ള ഈ ഒരു തീവ്രവാദിയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പം ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇതിനകത്ത് ഒരുപാട് റിലീജിയസ് ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഈ മുംബൈ ആക്രമണം നടത്താൻ ഇന്ത്യക്കുള്ളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കെല്ലാം ഇപ്പൊ വിറയൽ തുടങ്ങിയിട്ടുണ്ടാവും. ഈ തീവ്രവാദ ആക്രമണം മുംബൈയിൽ നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ റാണ എന്ന് പറഞ്ഞ വ്യക്തി ഇതേ താജ് ഹോട്ടലിൽ വന്ന് 1 വീക്ക് താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾ ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സംഘടനകളാണ് സപ്പോർട്ട് ചെയ്തത് എന്നുള്ള സകലമാന സംഭവങ്ങളും പുറത്തു വരാനിരിക്കുകയാണ്. ഇനി ഇയാളിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാനെതിരെ.
പാകിസ്ഥാനെതിരെ ഒരു സോളിഡ് തെളിവാണ് ഈ ഒരു തഹാവൂർ റാണ എന്ന് പറയുന്നത്. കാരണം അന്ന് മുംബൈ അറ്റാക്കിൽ കൊല്ലപ്പെട്ടതിൽ 6 അമേരിക്കക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ റാണ അമേരിക്കയിൽ പോയി കിടന്ന് വിചാരണ നേരിട്ടുകൊണ്ടിരുന്നത് ഈ ഒരു റാണ. അപ്പൊ എന്തായാലും അവിടുത്തെ കുറ്റവും തെളിയിച്ചു. ഇനിയിപ്പം അടുത്ത കുറ്റം ഇവിടെ തെളിയിക്കാൻ വേണ്ടി വരികയാണ്. അതായത് അവിടെ നിരപരാധി ആയതുകൊണ്ടല്ല ഇവിടെ കൈമാറിയിരിക്കുന്നത്, അവിടെയും കുറ്റവാളിയാണ് ഇങ്ങോട്ട് കൈമാറിയിരിക്കുന്നത്. അപ്പൊ ആ കുറ്റവാളി രക്ഷപ്പെട്ടു പോവാതെ കൃത്യമായിട്ടുള്ള വിചാരണ നടത്തി നമ്മൾ ഇവന്റെ കുറ്റം തെളിയിക്കേണ്ടതാണ്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇവന്റെ കുറ്റം തെളിയിക്കുക എന്നുള്ളതിലുപരിയായിട്ട് ഇവന്റെ കൂമ്പിലിട്ട് 4 ഇടി കൊടുത്ത് ഇവന്റെ വായിൽ നിന്നുള്ള കംപ്ലീറ്റ് സത്യവും നമുക്ക് പുറത്തെടുത്തിട്ട് ഈ പാകിസ്ഥാനിൽ നിന്ന് ആരാണോ ഇവനെ ഇങ്ങോട്ട് അയച്ചത് ആ തെളിവുകളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി പാകിസ്ഥാന്റെ പേടി എന്താണെന്ന് അറിയാമോ? ഈ തെളിവുകളൊക്കെ സമാഹരിച്ച് നമ്മൾ UN-ലോ അല്ലെങ്കിൽ FATF-ലോ അമേരിക്കയിലേക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും പാകിസ്ഥാൻ FATF-ല് ഒരു ബ്ലാക്ക് ലിസ്റ്റിലോ ഒരു ഗ്രേ ലിസ്റ്റിലോ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴേ പാകിസ്ഥാന്റെ അവസ്ഥ പിച്ചച്ചട്ടിയാണ്. ഇതേ മുംബൈ അറ്റാക്ക് കേസ് വെച്ചിട്ടാണ് ഈ പാകിസ്ഥാനെ നമ്മൾ 4.5 വർഷം FATF-ല് ഗ്രേ ലിസ്റ്റിൽ വെച്ചിരുന്നത്. ഇനി അതിന്റെയും കൂടെ ശക്തമായ തെളിവും കൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇനി ഇതിൽ കൂടെ ഈ റാണയെ കൊണ്ടുവരുന്നതിലൂടെ കൂടുതൽ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വീണ്ടും ഗ്രേ ലിസ്റ്റിലോട്ടോ ബ്ലാക്ക് ലിസ്റ്റിലോട്ടോ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ ഒരു പേടി പാകിസ്ഥാൻ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ചൈന എന്തുകൊണ്ടാണ് ഹാപ്പി? നമ്മൾ ഏറ്റവും കൂടുതൽ ഡിഫൻസ് മേഖലയിൽ അമേരിക്കയുമായിട്ട് ഒരു സഹകരണം വെച്ച് കൂടുതൽ മാനുഫാക്ചറിങ്ങും ഇതേപോലെ കൂടുതൽ F-35 പോലത്തെ ഫൈറ്റർ ജെറ്റുകളൊക്കെ മേടിച്ച് നമ്മളുടെ ഒരു സ്ട്രെങ്ത് ഈ ഒരു ഡിഫൻസ് മേഖലയിൽ ആക്കി കഴിയുമ്പോഴത്തേക്കും പാകിസ്ഥാനും നിർബന്ധിതമാകുകയാണ്. എന്തിനാണ്? അവരുടെ ഡിഫൻസ് പൊട്ടൻഷ്യലി ഇന്ത്യക്ക് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു 50% എങ്കിലും അവർ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ തന്നെ പാകിസ്ഥാന്റെ ആർമിയാണ്. അവിടെ ആർമി മാത്രമേ ജീവിക്കുന്നുള്ളൂ, വേറെ ആരും ജീവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോഴത്തേക്കും ഇവർക്ക് വേറെ സോഴ്സ് ഇല്ല, കടത്തിന് സാധനം വേണം. അപ്പം ആരാണ് കടത്തിന് സാധനം കൊടുക്കുക? ചൈന ആയിരിക്കും. അപ്പൊ ചൈന എടുത്ത് നിരുപാധികം പോയി ചൈനയുടെ കാലിൽ വീണ് താണ് കേണ് അപേക്ഷിച്ച് കുറച്ച് പാട്ട ഫൈറ്റർ ജെറ്റുകളൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ വെക്കും. അപ്പൊ അതിന്റെ ഗുണമാർക്കാണ് ഇനി കാലാകാലങ്ങളിലേക്ക് ചൈനയുടെ ഒരു അടിമയായിട്ട് മാറാൻ പോകുന്ന ഒരു പാകിസ്ഥാനെ ആയിരിക്കും പിന്നീട് കാണാൻ കഴിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഹാപ്പിയാണ്. കാരണം വേറെ ഒന്നുമില്ല, അവർക്ക് കച്ചവടം നടക്കും. അതിലുപരിയായിട്ട് ഓൾറെഡി ഉള്ള ഒരു അടിമയെ തന്നെ ആ ഒരു അടിമയുടെ ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയാണ്. അതൊരു 10 വർഷത്തെ അടിമയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ഇനി വരാൻ പോകുന്ന 5 തലമുറ ചൈനയുടെ അടിമയായിട്ട് മാറാൻ പോവാണ്. ഇന്ത്യ അമേരിക്കയുമായിട്ട് ഈ ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനും കുറച്ചൊക്കെ ഹാപ്പി ആകുന്നത് ചൈനയും. പിന്നെ ഇന്ത്യക്ക് ഗുണമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇന്ത്യക്ക് ഗുണമുണ്ട്. കാരണം ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ വ്യാപാര മേഖല ഒരുപാട് വിശാലമായിട്ടുണ്ട്. ഇപ്പം ബ്രസീൽ പോലത്തെ രാജ്യങ്ങൾ, അതേപോലെ തന്നെ പിനാക്ക മിസൈലിന് വേണ്ടിയിട്ട് ഫ്രാൻസ് മുന്നോട്ട് വന്നിരിക്കും. ഇപ്പം ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും പിനാക്ക മിസൈൽ മേടിക്കുന്നത് ഇന്ത്യക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് കളയാം എന്നുള്ളതിലല്ല. അവരുടെ കയ്യിൽ ഓൾറെഡി ഒരു മിസൈൽ ഉണ്ട്. അവരുടെ കയ്യിലുള്ള മിസൈൽ ഏതാണ്ട് 24 കിലോമീറ്റർ റേഞ്ചേ ഉള്ളൂ. നമ്മളുടെ പിനാക്ക മിസൈലിന്റെ റേഞ്ച് വളരെ കൂടുതലാണ്. ഈ പിനാക്ക മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 40 സെക്കൻഡിൽ 12 മിസൈൽ വരെ ത്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് പിനാക്ക മിസൈൽ. അപ്പൊ ഈ രീതിയിലുള്ള പിനാക്ക മിസൈലിന്റെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഈ മാക്രോൺ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് കണ്ടതാണ്. കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അയാൾ ഫ്രാൻസിൽ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മിസൈൽ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ പിനാക്ക മിസൈൽ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചത്. അത് വേറൊന്നും കൊണ്ടല്ല. പിനാക്ക മിസൈൽ എന്ന് പറയുമ്പോഴത്തേക്കും മൊബിലിറ്റി ഉണ്ട്, അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫ്രാൻസിൽ ഇപ്പൊ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ ഫ്രാൻസിലുള്ളത് കുറച്ചുകൂടെ ഔട്ട്ഡേറ്റഡ് മോഡലാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പിനാക്ക സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഫ്രാൻസിനെ ഇന്ത്യയിൽ നിന്നും ആ ഒരു പിനാക്ക മിസൈൽ സിസ്റ്റം വാങ്ങിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ബ്യൂറോക്രസി, നമ്മളെക്കാളും വലിയ ബ്യൂറോക്രസിയാണ് അമേരിക്കയിൽ. നമ്മുടെ ബ്യൂറോക്രസിയും അമേരിക്കയുടെ ബ്യൂറോക്രസിയും ഇതിനെ കുറിച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കി കഴിഞ്ഞാൽ ബന്ധം കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ സാധിക്കും. ISRO ഒരു പടി കൂടെ സക്സസ് ആയിട്ടുണ്ട്. അതായത് NGLV ന്യൂ ജെൻ ലോഞ്ചിങ് വെഹിക്കിൾ ഏതാണ്ട് 30 ടൺ നമുക്ക് ഒറ്റ ലിഫ്റ്റിംഗിൽ തന്നെ നമുക്ക് ഓർബിറ്റിൽ എത്തിക്കാൻ കഴിയും. ആ രീതിയിലുള്ള ഒരു ലോഞ്ചിങ് വെഹിക്കിൾ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 30 ടൺ, അതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ചെറിയ വെയിറ്റ് ഒന്നുമല്ല. ഇതൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ചീപ്പർ കോസ്റ്റിലായിരിക്കും ഇന്ത്യ ഈ പ്രോഗ്രാംസ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറും. ലാം റിസർച്ച് ഈ കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1.2 ബില്യൺ ഇന്ത്യക്കുള്ളിൽ കർണാടകയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു US ബേസ്ഡ് കമ്പനിയാണ്. വേറെ ഒന്നുമല്ല, സെമി കണ്ടക്ടർ മേഖലയിലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സെമി കണ്ടക്ടർ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ലാം റിസർച്ച് എന്നാണ് കമ്പനിയുടെ പേര്. വിക്രം മിശ്രി ഇന്ത്യ ഫോറിൻ അഫയേഴ്സിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസറാണ്. അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ഒരു ട്രംപ് മോദി മീറ്റിംഗിന് ശേഷം
അതിനെക്കുറിച്ച് വന്നൊരു ചോദ്യത്തിനാണ് പുള്ളി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്റ്റീവ് മാനറിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യ തൽക്കാലം എടുത്ത് ചാടി ബംഗ്ലാദേശിൽ ഒന്നും ചെയ്യാൻ തീരുമാനിക്കുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിലവിൽ ഒരു ഭരണകൂടം അവിടെ ഉണ്ട്, അത് താൽക്കാലിക ഭരണകൂടമാണെങ്കിലും ഉണ്ട്. ഇത് ജനങ്ങൾക്കൊന്ന് മടുക്കണം, ഇത് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടണം. അതായത് ഇന്ത്യ അവിടെ ഒരു കാര്യങ്ങളും, അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, മൈനോറിറ്റീസിനെതിരെ വരുന്ന ക്രൈസിസ് എല്ലാം തന്നെ ഇന്ത്യ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും, അതിനെ ഗണ്ണിക്കും. ഇനി ഇന്ത്യ പറയുന്ന തീരുമാനങ്ങൾ ബംഗ്ലാദേശ് നടപ്പിലാക്കേണ്ടി വരും. ഈ താൽക്കാലിക സർക്കാർ ആണെങ്കിൽ പോലും ഇന്ത്യയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടി വരും. ഇനി അഥവാ നടപ്പിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നേരിട്ട് US പോകാനൊന്നും പറ്റത്തില്ല. ചൈന, പാകിസ്ഥാൻ, തുർക്കി, ഈ 3 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായിട്ട് ബംഗ്ലാദേശിൽ വരാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ ഏറ്റവും കൂടുതൽ കളി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അതിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും. കാരണം ഇപ്പൊ ഷേഖ് ഹസീന ആയാലും ഖാലിദാസി ആയാലും രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ഷൻ നടക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ അഥവാ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇനി വേറെ ആരെങ്കിലും മൂന്നാമത് ഇപ്പൊ ഈ ഒരു സ്റ്റുഡൻസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ജമാഅത്ത് ഇസ്ലാമിക്ക മത്സരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അവിടെ ജമാഅത്ത് ഇസ്ലാമി ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഒരു സർവേ റിപ്പോർട്ട് പറയുന്നത്. ഇനി ഒരു ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഷേഖ് ഹസീനയ്ക്ക് നേരിയ തോതിലെങ്കിൽ ഒരു ഭൂരിപക്ഷം കിട്ടണം. ആ രീതിയിൽ വരുമ്പോഴാണ് അവിടെ ഇന്ത്യ ഇടപെടാനിരിക്കുന്നത്. അതുവരെ ഈ യൂനസിനെ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു ടാസ്ക്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.